എം ജയചന്ദ്രൻ 11 പേജുള്ള റിമാൻഡ് റിപ്പോർട്ടാണ് തന്ത്രിയെ റിമാൻഡ് ചെയ്യണമെന്നും പുറത്തുവിട്ടാൽ അദ്ദേഹം സാക്ഷികളെ സ്വാധീനിക്കും, തെളിവ് നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ 11 പേജിലെ 5-ാം പേജിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു, ട്രാവൻകൂർ ദേവസ്വം മാനുവൽ വോളിയം 2 ചാപ്റ്റർ 9 സീരിയൽ നമ്പർ 23-4 ആൻഡ് തിരുവിതാംകൂർ സബ് ഗ്രൂപ്പ് മാനുവൽ ചാപ്റ്റർ 10 സീരിയൽ നമ്പർ 26 അനുശാസിക്കും പ്രകാരം ദേവസ്വത്തിലെ വിലപിടിപ്പുള്ള വസ്തുവകകളുടെ അറ്റകുറ്റപ്പണികൾ ദേവസ്വത്തിൽ വച്ചു തന്നെ ചെയ്യണമെന്നും ക്ഷേത്രത്തിന് പുറത്തു കൊണ്ടുപോകുവാൻ പാടില്ല എന്നും വ്യക്തമായി പറയുന്നുണ്ട്. 1998 UB ഗ്രൂപ്പ് സന്നിധാനത്ത് വെച്ച് തന്നെയാണ് ശബരിമല ശ്രീകോവിലിൽ സ്വർണം പതിക്കുന്ന പണികൾ ചെയ്തതെന്നും തന്ത്രിസ്ഥാനം വഹിക്കുന്ന 13-ാം പ്രതി രാജീവ് തന്ത്രി അഥവാ കണ്ഠരര് രാജീവർക്ക് വ്യക്തമായി അറിവുള്ളതാണ്. അദ്ദേഹം ഈ വ്യവസ്ഥകളൊക്കെ ലംഘിച്ചു. അവിടെ നിന്ന് സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയി, കട്ടിളപ്പാളി ഇളക്കിക്കൊണ്ടുപോയി, ദ്വാരപാലക ശില്പത്തിൻ്റെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയി. അത് അവിടെ നിന്ന് കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു, അവിടെ വെച്ച് തന്നെ അറ്റകുറ്റപ്പണി നടത്തണമായിരുന്നു എന്ന് ഈ പറയുന്ന ദേവസ്വം മാനുവലിലെയും സബ് ഗ്രൂപ്പ് മാനുവലിലെയും വ്യവസ്ഥകൾ പാലിച്ചില്ല. ആര്? തന്ത്രി. ആരാണ് സാർ ഇത് പാലിക്കേണ്ടത്? വളഞ്ഞു കുത്തിയിരുന്ന മഹസറും റിപ്പോർട്ടും എഴുതിയവരല്ലേ? സ്വർണം പതിച്ച പാളിയെ സ്വർണം പൂശിയ ചെമ്പുപാളിയെന്നും ഒടുവിൽ വെറും ചെമ്പുപാളിയെന്നും എഴുതി കൊടുത്തവരല്ലേ? അവരോട് ആചാരങ്ങൾ നോക്കേണ്ട, തന്ത്രങ്ങൾ പറയേണ്ട തന്ത്രി പോയി പറയണമായിരുന്നു, ദേവസ്വം മാനുവലിലെ സബ് ഗ്രൂപ്പ് മാനുവലിലെ ഇന്ന വകുപ്പ് പ്രകാരം പാടില്ല. എന്നിട്ട് അത് ലംഘിച്ച് അവർ കൊണ്ടുപോയപ്പോൾ അദ്ദേഹം അറിയിച്ചില്ല എന്ന്. ആരെ അറിയിക്കണമെന്നായിരുന്നു സാർ പറയുന്നത്? അതിനെങ്കിലും ലോജിക്കലായ ഒരു മറുപടി ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞു തരാൻ കഴിയുമോ ശ്രീ എം ജയചന്ദ്രൻ? നിശ്ചയമായും. കാരണം അതിന് മുമ്പൊന്ന് പറഞ്ഞോട്ടെ, ഇപ്പോ പ്രിയപ്പെട്ട ശ്യാംരാജ് ഇവിടെ താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായി ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. പിന്നെ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ള ഒരു സംഗതി, നമ്മള് ഈ രാഷ്ട്രീയ പൊതുയോഗങ്ങളിൽ വിശദീകരിക്കുന്നത് പോലെ ഭംഗിയായി വളരെ ബ്രില്യൻ്റായി താങ്കൾ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമോ പൊതുയോഗമോ ഒന്നും അല്ലല്ലോ നടത്തുന്നത്. ചാനലിൽ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ചർച്ച എന്നുള്ള നിലയിലാണല്ലോ ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ ലോജിക്കലായിട്ട് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട് താങ്കളെ പോലൊരു നേതാവിന് എന്നൊരു സജഷൻ ഞാൻ പറയുന്നു. എൻ്റെ അഭിപ്രായം പറഞ്ഞുള്ളതേ ഉള്ളൂ. അത് ഞാൻ താങ്കളെ വിമർശിച്ചു എന്നുള്ള നിലയിൽ എടുക്കുകയും വേണ്ട കേട്ടോ. താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ ശ്രീ പ്രദീപ് പിള്ള, ഇത് ആരോടാണ് പറയേണ്ടത് എന്നുള്ളതാണല്ലോ ചോദ്യം. അതിന് ഒറ്റ കാര്യമുള്ളൂ, ഇത് പറയേണ്ടത് മറ്റാരോടും അല്ലെന്ന്. ഈ പറയേണ്ടത് കോടതി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ അവിടെയുണ്ട്, സ്പെഷ്യൽ കമ്മീഷണറുണ്ട്. സ്പെഷ്യൽ കമ്മീഷണറാണ് പറയേണ്ടത്. 92-ൽ ജസ്റ്റിസ് KS പരിപൂർണന്റെ കാലം മുതലാണ് ശബരിമലയിൽ സ്പെഷ്യൽ കമ്മീഷണർ നിയമിക്കുന്നത്. അപ്പോൾ അവിടുത്തെ മുഴുവൻ കാര്യങ്ങളുടെ ഓവറോൾ സൂപ്പർവിഷനാണ് സ്പെഷ്യൽ കമ്മീഷണർ ഉത്തരവാദിത്തത്തിൽ നിലനിൽക്കുന്നത്, ദേവസ്വം ബോർഡിനും പുറത്ത്. ഒരു കാര്യം. താങ്കൾ ചോദിച്ച ആ ചോദ്യത്തില് താങ്കൾ വായിച്ച ഭാഗങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയാം. ഞാൻ മുൻപ് തന്നെ ജനം TV-യിൽ ഏതാണ്ട് സാമാന്യം വിശദമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. ഈ എന്തുകൊണ്ട് അവിടുന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ഈ പാളികൾ എന്നുള്ളതിനെ സംബന്ധിച്ച്. അത് ഒരു സാധാരണ ചെറിയ കാര്യം പോലെയല്ല. മീനമാത കൺവെൻഷൻ 2013-ൽ ജപ്പാനിൽ നടന്ന ഒരു കൺവെൻഷൻ ഉണ്ടല്ലോ. ആ കൺവെൻഷനിലാണ് നമ്മുടെ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കൂട്ടുണ്ടല്ലോ വേർതിരിക്കുന്നത്, ഈ സ്വർണം വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത്. അതിന്റെ ഉപയോഗം നിയന്ത്രിച്ചുകൊണ്ടുള്ള ഒരു ഇന്റർനാഷണൽ കൺവെൻഷനാണ് മീനമാത കൺവെൻഷൻ. ഇന്ത്യ അത് അംഗീകരിക്കുന്നത്, ലോക്സഭ പാസ്സാക്കുന്നത് 2018-ലാണ്. അത് പ്രകാരം ഇതുപോലുള്ള ടൈഗർ റിസർവ് പോലുള്ള പരിസ്ഥിതി ദുർബല മേഖലകളിൽ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിന് വളരെ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 2018-ൽ ഇന്ത്യ പാർലമെന്റിൽ അത് പാസ്സാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് അവിടുന്ന് കൊണ്ടുപോകുന്നതിന് ഈ കൺവെൻഷൻ പ്രകാരം അവിടെ വെച്ച് ചെയ്യാൻ കഴിയില്ല. അതാണ് പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്. ആ കാര്യം പറയേണ്ടത് ഞാനിത് ജനം TV-യിൽ തന്നെ പല ചർച്ചകളും മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. ഒപ്പം തന്നെ വളരെ നേരത്തെ തന്നെ ഞാൻ നമ്മുടെ ഇതുണ്ടല്ലോ സർക്കാരിന്റെ ആഗോള അയ്യപ്പ സംഗമം, ആ കാലത്തെ ചർച്ച മുതൽ താങ്കളുടെ ഒരു ചർച്ചയിൽ ഞാനൊന്ന് പങ്കെടുത്തതാണ് ഞാൻ ഓർക്കുന്നത്. അന്നും പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ പിന്നീട് നടന്ന ചർച്ചകളിൽ
ശബരിമല ഈ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴേക്ക് അതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഈ ഇതുണ്ടല്ലോ, എന്താണ് ഒരു പേര് പറഞ്ഞല്ലോ, ദൈവതുല്യം. ദൈവതുല്യം ദൈവതുല്യം എന്ന് പറയുന്നത് പിന്നെ മന്ത്രിയാണ്, മുഖ്യമന്ത്രിയാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ പറയുന്നത് പോലെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും അല്ല. അവിടെ ദൈവതുല്യം എന്ന് പറയുന്നത് അവിടുത്തെ തന്ത്രി കുടുംബമാണ് ദൈവതുല്യം ഉദ്ദേശിക്കുന്നത്. ആരാണെന്നൊക്കെയുള്ളത് വ്യക്തത പിന്നീട് വന്നോളൂ എന്ന് തന്നെ ഇതേ വാചകമാണ് ഞാൻ ജനൻ ടിവിയുടെ ചർച്ചയിൽ നേരത്തെ പറഞ്ഞത്. ആദ്യം പറഞ്ഞ ജനൻ ടിവിയിലാണ്, പിന്നീടാണ് മറ്റ് ചാനലുകളുടെ ചർച്ചയിലും അത് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ പറഞ്ഞില്ലേ, ശ്യാംരാജൻ പറഞ്ഞല്ലോ മന്ത്രിയുടെ ഉത്തരവാദിത്വത്തിന്റെ കാര്യം പറഞ്ഞല്ലോ. എന്താണ് മന്ത്രിയുടെ ഉത്തരവാദിത്വം? എന്താണ്? കേരളത്തിലെ മാറി മാറി വന്ന സർക്കാരുകളിൽ ഏതെങ്കിലും ഒരു ദേവസ്വം മന്ത്രി ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡിന്റെ മീറ്റിംഗിൽ ഒപ്പിട്ടിട്ടുണ്ടോ നിങ്ങൾ പരിശോധിച്ചോളൂ. ഇല്ല. എന്താണെന്നറിയാമോ കാരണം? ദേവസ്വം മന്ത്രിക്ക് ഒപ്പിടാനുള്ള അധികാരമില്ല. ഈ കേരളത്തിലെ ക്ഷേത്ര ഭരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയത്.